വിശ്വാസം സ്വീകരിച്ചവന് വിശ്വാസത്തിൽ ജീവിക്കുവാൻ പലപ്പോഴും കഴിയാറില്ല. വിശ്വാസം സ്വീകരിച്ചവന് വിശ്വാസത്തിൽ ജീവിക്കുവാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലത്രേ ഞാനും നിങ്ങളും ഇന്നായിരിക്കുന്നത്. എന്തുകൊണ്ട് അതിന് കഴിയുന്നില്ല? വിശ്വാസത്തെ സ്വീകരിച്ച വ്യക്തിയുടെ ഹൃദയത്തിനകത്ത് നിന്ന് ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുവാൻ കഴിയാതെ മറുത്തു നിൽക്കുന്ന മനസ്സും മടിപ്പിക്കുന്ന മനസ്സും ഒരുവനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. അതുകൊണ്ട് ഈ ജനം അധരം കൊണ്ട് തന്നെ സ്തുതിക്കുകയും പ്രവൃത്തി കൊണ്ട് തന്നെ ദേഷിക്കുകയും ചെയ്യുന്നു എന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. അപ്പോൾ അധരം കൊണ്ട് സ്തുതിക്കുക, പ്രവൃത്തി കൊണ്ട് ദേഷിക്കുക. അപ്പം ദൈവത്തിൻ്റെ നിന്ന് വിശ്വാസത്തെ സ്വീകരിച്ചു. എന്തുകൊണ്ട് സ്വീകരിക്കാൻ എളുപ്പമായിരുന്നു? കാരണം ദൈവം ദൈവമാണെന്ന് വിശ്വസിക്കുന്നതിന് മനസ്സുണ്ടായിരുന്നു, അതിന് വിശ്വസിച്ചു. പക്ഷെ വിശ്വാസം സ്വീകരിച്ചപ്പോൾ ആ വിശ്വാസത്തെ വിശ്വസിക്കുവാൻ പിന്നങ്ങോട്ട് പാടായിട്ട് മാറി. ഓരോ ദിവസവും ദൈവത്തിൻ്റെ പ്രവചന ശബ്ദങ്ങൾ, ആലോചനകൾ ദൈവദാസൻ മുഖാന്തരവും ആത്മാവിൻ്റെ നിയോഗങ്ങൾ പ്രകാരവും പ്രാപിക്കുമ്പോൾ അത് നടക്കുമോ, എങ്ങനെ നടക്കും, എപ്പോൾ നടക്കും, എവിടെ എത്തിത്തീരും? വിവിധ ചിന്തകളാൽ ഭാരപ്പെടുമ്പോൾ ഒരു ഭയപ്പെടുത്തുന്ന ആലോചനകളെ കേട്ടാൽ വേഗത്തിൽ സ്വീകരിക്കും, വേഗത്തിൽ അത് സംഭവിക്കും. യോബ് പറഞ്ഞു, ഞാൻ ഭയപ്പെട്ടത് എനിക്ക് ഭവിച്ചു. ആമേൻ. അനേക വാഗ്ദത്തങ്ങൾ മുമ്പിൽ കിടക്കുമ്പോൾ വാഗ്ദത്തങ്ങളിലേക്ക് പോകുവാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ഹൃദയത്തിനകത്തളങ്ങളിൽ ദൈവത്തിൻ്റെ വചനം വസിക്കുവാൻ കഴിയാതെ ലോകത്തിൻ്റെയും നാനാവിധ വിഷയങ്ങളും ചിന്തകളായി ഭാരങ്ങളായി കുടിയിരിക്കുന്ന ഒരു വ്യക്തി ദൈവ പൈതൽ നിന്ന് വിളിക്കപ്പെടുമ്പോൾ സാത്താനെയും അവൻ്റെ ജീവനെയും വഹിച്ചുകൊണ്ട് അനേക ആലയങ്ങളിലും ആരാധനാലയങ്ങളും നടക്കുന്നതിനകത്ത് ചെന്ന് ഇരുട്ടിൻ്റെ അധികാരങ്ങളെ തള്ളിക്കയറ്റുന്നവരായി പലരും മാറുന്നുവെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വ്യക്തികളെ നോക്കി, ചിലരെ നോക്കി ആലോചന അറിയിക്കുമ്പോൾ ക്രമപ്പെടേണ്ടതും ക്രമപ്പെടുത്തേണ്ടതും നീ അത്രേ. ഹല്ലേലൂയ. അതിന് ദൈവത്തിന് ഓഹരിയില്ല, ദൈവത്തിന് പങ്കില്ല. ക്രമപ്പെടുവാനൊരു മനസ്സ്, ക്രമപ്പെടുത്തുന്നതിനൊരു ഹൃദയം, ഇതിന് നീ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ, നിങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിക്കുന്നത് പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിച്ചു കിട്ടുമെന്ന് അരുളി ചെയ്തവന്റെ കരം. ഹല്ലേലൂയ. ക്ഷമിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഹല്ലേലൂയ, പോട്ടെ, നീ ക്ഷമിക്കണ്ട, നിന്റെ കടവും അങ്ങനെ തന്നെ നിൽക്കും. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്ക് വിവിധ ചിന്തകൾ ഉണ്ടാവും. ഇന്ന കടങ്ങളെ ക്ഷമിക്കാത്തത്, എന്ത് കടത്തെ ക്ഷമിച്ചാലും അതിലെ കെട്ടിപ്പിടിച്ച ക്ഷമ തീർത്തത് കൊണ്ട് ക്ഷമ തീരുന്നില്ല. ഹൃദയത്തിനകത്ത് നീ കെട്ടിപ്പിടിച്ചില്ലെങ്കിലും അതിനെ വിട്ടുകളയുന്ന ഒരു ഹൃദയം നിന്റെയും എന്റെയും അകത്തുണ്ടെങ്കിൽ, അതിനകത്തൊരു മാനസാന്തരത്തിന്റെ ഹൃദയം ചലിക്കുന്നെങ്കിൽ നീ വിടുവിക്കപ്പെടുന്നവനാകും. നിന്റെ പ്രാർത്ഥനകളിൽ സ്വർഗം പ്രസാദിക്കും. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ വിശ്വാസത്തെ സ്വീകരിക്കാൻ എളുപ്പമാ, അതേ പക്ഷേ വിശ്വസിക്കുവാൻ, അതിനെ സത്യത്തെ വിശ്വസിക്കുവാൻ പലപ്പോഴും നമുക്ക് പാടാം. നമ്മൾ തിരുവെഴുത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ, ക്രിസ്തുവിൽ ഹല്ലേലൂയ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ക്ഷമിക്കുവാൻ നമുക്ക് പാടാം. പക്ഷെ ക്ഷമിക്കുവാൻ നമുക്ക് കഴിയും, പക്ഷെ മറക്കുവാൻ കഴിയുന്നില്ല. ക്ഷമിക്കുവാൻ നമുക്ക് കഴിയും, പക്ഷേ മറക്കുവാൻ കഴിയുന്നില്ല. ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞ വിഷയത്തെ മറക്കുവാൻ കഴിയാത്തതാണ് നമ്മുടെ അടുത്ത ഒരു ബന്ധനം എന്ന് പറയുന്നത്. ക്ഷമിച്ചു എന്ന് പറയുന്നത് എളുപ്പമാ, വാ കൊണ്ട് ഉരുവിടുവാൻ കഴിയും, വനലി ചിലപ്പോൾ കെട്ടിപ്പിടിച്ചൊരു സ്നേഹചുംബനം കൊടുത്തെന്ന് വരും, പക്ഷേ ഹൃദയത്തിനകത്തത് മറക്കുവാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ഹല്ലേലൂയ. കർത്താവ് ക്രൂശീകരണത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഹല്ലേലൂയ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് അരുളി ചെയ്തവന്റെ കരം. ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നത് ഹല്ലേലൂയ, കർത്താവ് എന്തുദ്ദേശിച്ചാണ് പറയുന്നത്? ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല. ഇവരറിയാത്തത് എന്തുകൊണ്ട്? അവരുടെ മേൽ പരിശുദ്ധ ആത്മാവില്ലാത്തതിനാലും ഹല്ലേലൂയ, സാത്താന്യ അധികാരങ്ങൾ അവരുടെ കണ്ണുകളെ കുരുടാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട്, സാത്താന്റെ ആത്മാവിനാൽ അവർ നയിക്കപ്പെടുന്നത് കൊണ്ട് അവർക്കത് മനസ്സിലാകുന്നില്ലെന്ന് കർത്താവ് പറയുമ്പോൾ, അത് കർത്താവ് പറയുമ്പോൾ സ്വർഗത്തിന് മനസ്സിലാകും. വിശ്വാസത്തെ സ്വീകരിച്ച് യേശുവിനോട് കൂടെ ചേർന്ന നീ എന്തുകൊണ്ട് അതിന് മാനസാന്തരത്തിലേക്ക് മടങ്ങി വരുന്നില്ല? എന്തുകൊണ്ട് നിനക്കത് മറക്കുവാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് നിനക്കത് ക്ഷമിക്കുവാൻ കഴിയുന്നില്ല? കർത്താവേ, എത്രയനുഗ്രഹങ്ങളയ്യോ
നഷ്ടമാക്കി ഈ വീതം ഇന്നും കഷ്ടത തന്നിൽ വലയുന്നു ഞാനീതാ തട്ടിയുണർത്തണമേ. വരികളെ ശ്രദ്ധിക്കണേ. കർത്തനെ എത്രയനുഗ്രഹങ്ങളെയോ നഷ്ടമാക്കി ഈ വീതം ഇന്നും കഷ്ടത തന്നിൽ വലയുന്നു ഞാനീതാ തട്ടിയുണർത്തണമേ. എന്തുകൊണ്ടാണ് ഈ വരികളെ കർത്താവ് പറയിപ്പിക്കാൻ കാരണം? നിന്റെ അനുഗ്രഹങ്ങളും നിനക്ക് ലഭിക്കേണ്ട നന്മകളും പലതും നിനക്ക് നഷ്ടമായി പോയത് നിന്റെ ഈ ഒരു മനസ്സിൻ്റെ നിലപാടാണ്. ഈ മനസ്സിനെ നീ പിന്നെയും ഇങ്ങനെ അങ്ങോട്ട് കയറടിച്ചു വിടുമ്പോൾ നിന്റെ ജീവിതം എവിടെത്തിച്ചേരും? നീയും ദൈവവുമായുള്ള അകലം എത്ര ഡിസ്റ്റൻസ് ആണെന്നറിയാം. നിനക്കവൻ ദൂരസ്ഥൻ തന്നെയായിരിക്കും. നീ എത്ര പെന്തക്കോസി ചേർന്നാലും, നീ എത്ര ആരാധന ആരാധിച്ചാലും നിനക്കവൻ ദൂരസ്ഥനാണ്, നോ ഡൗട്ട്. കാരണം വചനത്തെ അനുസരിക്കുവാൻ നിനക്ക് മനസ്സില്ല, ദൈവത്തിൽ ആശ്രയിക്കാൻ നിനക്ക് മനസ്സുണ്ട്. കാരണം എന്താ? നിനക്ക് ചിലത് വേണം. ആശ്രയിക്കുന്നവൻ പുതുതായി വന്നാൽ ആ ആശ്രയത്തിന് വേണ്ടി അവൻ വല്ലത് ചെയ്തെന്ന് വരും. പക്ഷേ വിശ്വസിച്ച് കൂടെ ചേർന്നു എന്ന് നീ വീമ്പിളക്കി നടക്കി എല്ലാം നിനക്ക് പൂർത്തീകരണം എത്തിയെന്ന് നീ പറയുമ്പോൾ സ്വർഗം പറയും, ഹല്ലേലൂയ, എനിക്കവനിൽ പ്രസാദമില്ല. ഹല്ലേലൂയ. നിന്റെ മുൻപും പിൻപും അവൻ അടയ്ക്കും. എനിക്കെന്താ ഇങ്ങനെ നീ ചോദിക്കുമ്പോൾ നിന്നെ മുൻപും പിൻപും അടച്ചത് സാത്താനല്ല, ദൈവത്തിന്റെ കരമാ. കാരണം നിനക്ക് ക്ഷമിക്കുവാൻ കഴിയുമെന്ന് പറയുന്നതേ ഉള്ളൂ, മറക്കുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ, ആമേൻ. അപ്പൊ ദൈവത്തിന്റെ ആരെങ്കിലും കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അവൻ തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന തലത്തിലേക്ക് വരണം. ദൈവം എപ്പോഴും തൻ്റെ വചനത്തിനനുസരിച്ച് ക്രമപ്പെടുന്നവനെ മാത്രമേ ദൈവം പ്രസാദിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് ക്രമപ്രകാരം പെട്ടകം എടുക്കാത്തത് കൊണ്ട് എടുത്ത പെട്ടകത്തിൻ്റെ മുമ്പിൽ ഹല്ലേലൂയ സന്തോഷവും ഉല്ലാസവും ഹല്ലേലൂയ ആഘോഷവും വെളിപ്പെടേണ്ട സ്ഥാനത്ത് നിലവിളിയുടെ ശബ്ദമുയർന്നു. പെട്ടകം എടുക്കാഞ്ഞിട്ടാണോ? പെട്ടകം എടുത്തു, പക്ഷെ ക്രമപ്രകാരം എടുക്കാത്തത് കൊണ്ട് നിലവിളിയുടെ ശബ്ദമുയർന്നെങ്കിൽ ഇന്ന് പകൽ തിരിച്ചറിയണം, ക്രമപ്രകാരം ജീവിതത്തെ നയിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അനുഗ്രഹത്തിന് പകരം നിന്റെ മേൽ ശാപത്തിന്റെ തീ വീഴുന്നതായിരിക്കും. അതിനായി നീ ഏൽപ്പിക്കപ്പെടാതെ നിന്റെ ഹൃദയത്തെ ഹല്ലേലൂയ ലോകത്തിൽ നിന്ന് പാപത്തിൽ നിന്ന് തിരിച്ച് ദൈവമുഖത്തേക്ക് നോക്കട്ടെ. ഹല്ലേലൂയ. ദൈവമുഖത്തേക്ക് നോക്കുന്നത് മനസ്സിനെ തിരിക്കുന്നത്, അതിന്റെ പേരാ മാനസാന്തരം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച അവസാന ഭാഗം നമുക്ക് നോക്കാം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്കോ യാതൊരു ശിക്ഷാവിധിയും ഇല്ല. ക്രിസ്തുവേശുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ലാത്തത്. ക്രിസ്തുവേശുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ക്രിസ്തുവേശുവിലാണോ? ഞാൻ കൽപ്പനയനുസരിച്ചു, വചനമനുസരിച്ചു, ഞാൻ കർത്താവിനോട് കൂടെ ചേർന്നു ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു എന്ന് പറയുന്ന നിന്നോട് ചോദിക്കണം, നീ ക്രിസ്തുവേശുവിലാണോ? 1 യോഹന്നാൻ 4:17 പറയുന്നു, അവൻ ഇരിക്കുന്നത് പോലെ. 4:17 വായിച്ചേ. 1 യോഹന്നാൻ 4:17 ഇന്ന് പോണ്ടേ? ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകുവാൻ തക്കവണ്ണം അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. അപ്പോൾ അവൻ ഇരിക്കുന്നത് പോലെ നാമും ലോകത്തിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ക്രിസ്തുവേശുവിലാണ് ഇരിക്കുന്നത് എന്നുള്ള ആ കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിലുണ്ടാകണം. ആമേൻ. എന്തുകൊണ്ടാണ് നാം ഇരിക്കുന്നത് പോലെ? ന്യായവിധി ദിവസത്തിൽ എന്നൊരു വാക്ക് തുടക്കത്തിൽ വന്നല്ലോ. ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന്. അപ്പോൾ നമുക്ക് ധൈര്യമുണ്ടാകണമെങ്കിൽ യോന ചെന്ന് നിനവയോട് ദൂത് പറഞ്ഞു,
ദൂത് കേട്ട നിനവേക്കാർ പ്രാർത്ഥിച്ചു ഉപവസിച്ചു എന്ന് മാത്രം കേട്ടതാണ് ഹല്ലേലൂയ വിടുതലെന്ന് ആരെങ്കിലും ധരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അവർ ഉപവസിച്ചതും പ്രാർത്ഥിച്ചതും ദൈവത്തിന് പ്രസാദം തന്നെ. എന്നാൽ ജീവിതത്തിന്റെ പ്രവർത്തന ശൈലിയെ മാറ്റി. അതിൻ്റെ പേരാ മാനസാന്തരം. അപ്പോൾ പ്രാർത്ഥിക്കുന്നതും ആരാധിച്ചതും ഉപവസിച്ചതും കൊണ്ട് പ്രശ്നം തീരുന്നില്ല. ജീവിതത്തിന്റെ സ്വഭാവത്തെ മാറ്റുവാൻ തക്കവണ്ണം ഹൃദയത്തെ തിരിച്ച്, മനസ്സിനെ തിരിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുവാൻ ഒരു ഭക്തൻ തയ്യാറാകുമ്പോഴാണ് അവന് ധൈര്യമുണ്ടാകുന്നത്. ന്യായവിധി ദിവസത്തിൽ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ഒരു ധൈര്യമുണ്ടാകുന്നത്. പുറമെ എല്ലാം തികഞ്ഞവനാണെന്നും പുറമെ വലിയവനാണെന്ന് കാണിക്കുന്നതിലല്ല കാര്യം. ഹല്ലേലൂയ പുറമെ ഒന്നും ഇല്ലെങ്കിലും, ഒന്നും തികഞ്ഞവനാണെന്ന് കാണിച്ചില്ലെങ്കിലും, അകമേ നീ സമ്പന്നനാണെങ്കിൽ, അകമേ നീ ദൈവത്തിന്റെ വചനത്തോട് കൂടെ ജീവിക്കുന്നവനാണെങ്കിൽ, അകമേ ദൈവത്തിന്റെ വചനം വസിക്കുകയെ ജീവിതത്തെ അതിനനുസരിച്ച് ക്രമീകരിക്കുക ചെയ്യുന്നുവെങ്കിൽ നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പ്രസാദമുണ്ട്. ഹല്ലേലൂയ സ്വർഗത്തിനൊരു സാക്ഷ്യമുണ്ട്. ഇവൻ എന്റെ പ്രിയപുത്രൻ. അടുത്ത 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യം കൂടെ വായിച്ചേ. പാപം അറിയാത്തവരെയും നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി. അപ്പോൾ പാപം അറിയാത്തവൻ നമുക്ക് വേണ്ടി പാപിയായി എന്ന് പറയുന്നു. അപ്പൊ ഈ ക്രൂശീകരണത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ തക്കവണ്ണം പാപം അറിയാത്തവനെ പാപിയാക്കിയ ദൈവത്തിന്റെ പദ്ധതി. പാപമറിയാത്ത ഞാനും നിങ്ങളും, പാപത്തിൽ ജീവിച്ച ഞാനും നിങ്ങളും പാപമറിയാത്ത ക്രിസ്തുവിനെ ദൈവം പാപിയാക്കിക്കൊണ്ട് എന്നെയും നിന്നെയും പാപമില്ലാത്തവനാക്കിയിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം. അങ്ങനെ ഒരു സ്നേഹം വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ മുഖം പാപത്തിന്റെ മുമ്പിൽ തിരിഞ്ഞിരിക്കരുത്, ലോകത്തിന്റെ മുമ്പിൽ തിരിഞ്ഞിരിക്കരുത്. നിന്റെ മുഖം പാപമില്ലാത്തവൻ, പാപമായവനെ നോക്കണം. ആ പാപത്തെ നീ നോക്കുമ്പോൾ നിനക്ക് മനസ്സിലാകും, എന്റെ പാപത്തെ ചുമന്നുകൊണ്ടെടുത്തൻ ക്രൂശിൽ ഇങ്ങനെ കിടക്കുന്നു. ആ കാഴ്ചപ്പാട് നിന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കും. ആ കാഴ്ചപ്പാട് നിന്റെ ജീവിതത്തിന്റെ സ്വഭാവത്തെ മാറ്റിമറിക്കും. ഇത് കാണാതെ നീ ചില അനുഗ്രഹങ്ങളും വിടുതലും ഇതെനിക്ക് എന്താ സംഭവിക്കാത്ത നീ ചിന്തിച്ച് നാളുതോറും നീ വ്യാകുലപ്പെട്ട് പോകുമ്പോൾ സാത്താൻ നിന്നെ ദൈവത്തിൽ നിന്ന് വലിച്ച് വളരെ ദൂരെ കൊണ്ടുപോയി എന്ന് നീ മറന്നു പോകരുത്. ഹല്ലേലൂയ. നിന്നെ സാത്താൻ ദൈവത്തിൽ നിന്ന് വലിച്ച് വളരെ ദൂരെ കൊണ്ടുപോയി ഒരിക്കലും നിനക്ക് അതിൻ്റെ അടുത്തേക്ക് അടുക്കുവാൻ കഴിയാതെ വണ്ണം നിന്നെ ഹല്ലേലൂയ വലിച്ചു കൊണ്ടുപോയി ദൈവത്തിന്റെ ദൃഷ്ടി നഷ്ടപ്പെട്ടു പോയ ഹല്ലേലൂയ മുടിയനായ പുത്രനെ തിരക്കി ഹല്ലേലൂയ ഇങ്ങനെ വഴിയിൽ നോക്കിയിരിക്കുമ്പോൾ ഹല്ലേലൂയ അപ്പന്റെ കണ്ണ് മുടിയനായ പുത്രൻ, ഇളയ പുത്രൻ ഇറങ്ങി വരും, മടങ്ങി വരും എന്ന് കാത്തിരിക്കുമ്പോൾ പുത്രന്റെ കണ്ണ് ഹല്ലേലൂയ വാളവരെ എവിടെ കിട്ടുമെന്ന് തപ്പി നടക്കുന്ന അനുഭവമായി പോവും നിന്റെ ജീവിതം എന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നെ കുറിച്ച് ആലോചന അറിയിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ ജീവിതം വാളവരെ തപ്പി നടക്കേണ്ടതല്ല. മടങ്ങി അപ്പന്റെ ഭവനത്തിലേക്ക് വരുവാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന അപ്പനെ അറിയുവാൻ തക്കവണ്ണം മനസ്സിനെ തിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിന്നോട് ആലോചന അറിയിക്കുക. കഷ്ടത പട്ടിണി ഇല്ലാത്ത രാജ്യത്തിൽ എന്ന് ചേരുമോ, എന്നും ചേരുമോ രാജപുരോഹിത രായവരവിടെ വാസം ചെയ്യുമേ. നീ കഷ്ടതയുടെ തീച്ചൂളയിൽ കിടക്കുമ്പോഴും ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. മടങ്ങി വരുന്നത് കാത്തിരിക്കുക. ഈ കഷ്ടത അനുവദിച്ചിരിക്കുന്നതിന് ദൈവം അറിയാതെ സംഭവിക്കുന്നില്ല. നീ പിന്നെ വാളവരയ്ക്ക് തപ്പി നീ നിൽക്കുന്ന ഇടം വാളവരകെ നിനക്ക് ഇനി കിട്ടുന്ന അവസ്ഥയാണ്.
നീ ഇപ്പോൾ നിൽക്കുന്നിടം നിനക്ക് വാള വരെ കിട്ടത്തുള്ളൂ. അത് പന്നിക്ക് കൊടുക്കുന്ന സാധനമാണെന്ന് ഒരു ബോധം പോലും നിനക്കില്ല. ഹല്ലേലൂയ. ഇത് ഇവിടെ ഇട്ടിട്ട് നീ പോകേണ്ടതാണെന്നൊരു ബോധം നിനക്കില്ല. ഇത് നീ ആർക്ക് കൂട്ടിവെക്കും നീ ബോധം നിനക്കില്ല. നീ ഇത് കൂട്ടിവെക്കുമ്പോൾ നീ നഷ്ടപ്പെടുത്തുന്നത് നിനക്ക് വേണ്ടി വഴിയിൽ കണ്ണും നട്ടിരിക്കുന്ന ഒരപ്പനുണ്ട്. ആ അപ്പന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. തൻ്റെ ഭവനത്തിൽ തന്നോട് ചേർക്കുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, തന്നോട് ചേർത്ത് പിടിക്കുവാൻ തക്കവണ്ണം, തൻ്റെ മാർവിൽ ഒന്ന് അണയ്ക്കുവാൻ തക്കവണ്ണം, അധികാരത്തിന്റെ മോതിരം നിന്റെ വിരൽ ഇടിയിക്കുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, കാലിൽ നിനക്ക് ചെരുപ്പുകളെ തരുവാൻ തക്കവണ്ണം, പുതുവസ്ത്രത്തെ നിന്നെ അണിയിപ്പിക്കുവാൻ തക്കവണ്ണം, നിന്നെ കുളിപ്പിച്ച് ശുദ്ധനാക്കുവാൻ തക്കവണ്ണം കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ട്. അടകദാര ഹത്തുന മനദാര ഹസിയ അൽഖന ജീവദാര ആരബ ലബ ശഖന ഹസേക. വിട്ടുപിരിക്കുവാൻ കഴിവില്ലാതെ ആ സാന്നിധ്യമറിഞ്ഞിടുമ്പോ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. പിരിയാൻ കഴിവതില്ലേ അസാന്നിധ്യമറിഞ്ഞിടുമ്പോ മറന്നിരിപ്പാൻ കഴിവതില്ലേ അകരുതൽ നീനച്ചിടുമ്പോ. ഇങ്ങനെ കരുതുന്ന ഒരു അപ്പന്റെ കൂടെ എത്ര കാലം വാസം ചെയ്തവനായിരുന്നു അവൻ. പക്ഷേ ആ അപ്പനെ അവൻ മറന്നുപോയി. കാരണം അവന്റെ സാഹചര്യം അവനെ മറപ്പിച്ചു കളഞ്ഞു. അതുപോലെ നീ ചില സാഹചര്യങ്ങൾ കിടന്ന് ഇന്ന് ഭൂമിയിൽ കിടന്ന് ഉരുണ്ട് കളിക്കുമ്പോൾ നീ ഓർത്തോണം, ഇതിനകത്തൊരു മാറ്റം എനിക്ക് ആവശ്യമാണ്. ഇതിൽ നിന്നൊരു മടങ്ങി വരവ് ആവശ്യമാണ്. മടങ്ങി നീ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെട്ടാൽ ഒരു പൂർണ്ണതയുടെ അനുഭവം നീ പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 9-ാം വാക്യം. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നവർ എങ്കിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ, അപ്പൊ ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവന് ഉള്ളവനല്ല എന്ന് തിരുവെഴുത്ത് പറയുന്നു. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല എന്ന് പറഞ്ഞാൽ ഈ ആത്മാവിന്റെ ശക്തിയെ പ്രാപിക്കാത്ത ഒരു മനുഷ്യൻ എങ്ങനെ ഞാൻ കർത്താവിന്റെ പൈതലാണെന്ന് പറയാൻ പറ്റും? പുതിയ നിയമത്തിൽ ക്രിസ്ത്യാനി എന്ന് ആരെങ്കിലും ഒന്ന് വിളിക്കണമെങ്കിൽ ആ ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെട്ടവൻ ഈ ആത്മാവിനെ പ്രാപിച്ചു തുള്ളിയവനെ കണ്ട് അന്ത്യോക്യയിൽ കളിയാക്കി വിളിച്ച വിളിയാണ് ക്രിസ്ത്യാനി. ഈ ആത്മാവിനെ പ്രാപിക്കുവാൻ കഴിയാത്ത നീ എങ്ങനെ ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെട്ടു? കർത്താവ് പറയുന്നു, കർത്താവിൻ്റെ ആത്മാവില്ലാത്തവൻ കർത്താവിനുള്ളവനല്ലെന്ന് പറയുന്നു. ഞാൻ പറയുന്ന അല്ല, തിരുവെഴുത്ത് പറയുന്നു. തിരുവെഴുത്ത് പറയുന്നതിൽ കൂടുതൽ നിന്നെ നടത്തുന്ന ഏതെങ്കിലും സാറുമാരുണ്ടെങ്കിൽ ആ സാറുമാരാണോ വലിയത്, ഈ തിരുവെഴുത്താണോ വലിയത്? ഈ തിരുവെഴുത്തിനെ നീ അനുസരിക്കുന്നു, വിശ്വസിക്കുന്നുവെങ്കിൽ ഈ തിരുവെഴുത്തിന്റെ മഹത്വത്തിനനുസരിച്ച് ജീവിക്കുവാൻ നീ നിന്റെ മനസ്സിനെ ഏൽപ്പിക്കുമ്പോഴാ കർത്താവിന്റെ ആത്മാവില്ലാത്തവൻ, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ലെന്ന് പറയുന്നെങ്കിൽ ഈ ആത്മാവിനെ പ്രാപിക്കാത്ത നീ എങ്ങനെ കർത്താവെ എന്ന് വിളിക്കും? എന്തിനു വിളിക്കുന്നു?
നീയും അവനുമായിട്ടുള്ള ബന്ധം എവിടെ? ഹല്ലേലൂയ. ശബ്ദമെല്ലാം പോവുക ആൾക്കാരുടെ. ആമേൻ. ഹറാബിലി മഹറൂസക്കേനിയ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ആ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അവൻ അതിനനുസരിച്ച് അനുസരിക്കുവാൻ അവന്റെ വചനത്തിനും അവന്റെ ഇഷ്ടത്തിനും അനുസരിച്ച് ഏൽപ്പിക്കപ്പെടുവാൻ മനസ്സ് വേണം. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ദൈവത്തിന്റെ അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് തിരുവചനം പറഞ്ഞപ്പോ അവരുടെ മേൽ ആത്മാവ് വന്നു. അപ്പോ പറയുന്നവർക്ക് എളുപ്പമാ പറയാൻ, കാരണം ഇതിപ്പോ ആരുടെ മേലും അങ്ങ് പകരപ്പെടുമെന്ന്. പക്ഷേ അവന്റെ മേലത് പകരപ്പെടുമ്പോൾ രണ്ട് ന്യായീകരണങ്ങൾ അവിടെ കിടക്കുന്നു. ഒന്ന്, പത്രോസിന്റെ ഈ കൊടുത്തിരിക്കുന്ന താക്കോൽ മുഖാന്തരമേ ജാതികൾക്ക് പ്രവേശനമുള്ളൂ. പത്രോസിനോട് ചോദിക്കാം, പത്രോസെ, ഇവരോട് നീ യേശുവിനെ പ്രസംഗിച്ചാൽ വിശ്വസിച്ച് നിന്റെ അടുത്ത് വരുന്നവർക്ക് നീ സ്നാനം കൊടുക്കുമോ? പത്രോസ് പറയാത് പറ്റത്തില്ല, കാരണം യഹൂദന്മാരെ എനിക്ക് ഭയമാ. ആ ഭയം നിൽക്കുന്നത് കൊണ്ട് പത്രോസിന്റെ ഭയത്തിനു മീതെ ദൈവം തന്റെ പ്രവൃത്തിയെ ചെയ്തു. വിശ്വസിച്ചവരുടെ മേൽ ആ ആത്മാവ് പകരപ്പെട്ടപ്പോ സ്നാനപ്പെടുത്താതെ നിവൃത്തിയില്ലാതെയായി. പ്രൈസ് ഗോഡ്. അപ്പോൾ അവിടെ അത് സംഭവിച്ചു എന്ന് പറഞ്ഞ് ഇനി അങ്ങനെ ഒരു സംഭവ വികാസം ഉണ്ടാവണമെന്നില്ല. കാരണം അങ്ങനെ ഇന്നിപ്പോ ആരെയും ഭയപ്പെടാനല്ല, വിശ്വസിക്കുന്നവനെ സ്നാനപ്പെടുത്തണം. അപ്പൊ സ്നാനപ്പെട്ട നീ ആത്മാവിനെ പ്രാപിക്കുന്നില്ലെങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ലെന്ന് തിരുവെഴുത്ത് പറയുന്നു. ആത്മാവുള്ളവൻ മാത്രമേ ക്രിസ്തുവിന്റെ എന്ന് പറയത്തുള്ളൂ, ക്രിസ്തുവിനുള്ളവൻ എന്ന് പറയത്തുള്ളൂ. ആത്മാവിനെ പ്രാപിപ്പാൻ തക്കവണ്ണം ഹൃദയത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുന്നവർക്കായി സ്തോത്രം. ഞാൻ ക്രിസ്തുവിനുള്ളവൻ ആരെങ്കിലും പറയുന്നെങ്കിൽ പറയുന്നവൻ നന്നായി ഗ്രഹിക്കട്ടെ, പറയുന്നവൻ നന്നായി അറിയട്ടെ. ആ ആത്മാവിനെ പ്രാപിക്കാതെ അത് പറഞ്ഞതുകൊണ്ട് നിനക്ക് യാതൊരു കാര്യവുമില്ല. അറബശകനദാരഹസ്യം. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ വചനം ഇത് പറയുമ്പോ കർത്താവ് പോകാൻ നേരം പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 16-17 ഒന്ന് വായിച്ചേ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അപ്പൊ ഇവിടെ നമ്മൾ എപ്പോഴും വായിച്ചു വിടുന്ന ഒരു ഭാഗമായത്, എപ്പോഴും ഭാഗം വായിച്ചു പറയുന്നത്, ഞാൻ പോയാൽ ഞാൻ പിതാവിനോട് ചോദിക്കും. ഞാൻ ചോദിച്ചാൽ ഞാൻ ചോദിക്കുന്നത് എന്താ? ഞാൻ പോയാൽ നിങ്ങളെ വഴി നടത്തേണ്ടതിന് ഞാനൊരു കാര്യസ്ഥനെ ചോദിക്കും. അത് ആ കാര്യസ്ഥൻ എന്ന് പറഞ്ഞ മറ്റൊരു കാര്യസ്ഥൻ, അതാ പദത്തിന്റെ അർത്ഥം. ഈ കുപ്പി വെള്ളം ഇടിരിക്കുന്നു, ഈ കുപ്പി വെള്ളത്തിന് പകരം ഞാൻ ഈ മൊബൈല് എടുത്താൽ എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. ഈ വെള്ളത്തിന് പകരം വേറൊരു വെള്ളം, മറ്റൊരു കാര്യസ്ഥൻ. ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്നത് പോലെ നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് ഞാൻ മറ്റൊരുത്തനെ തരുവാ. ക്ലിയർ ആവുന്ന നിങ്ങൾക്ക്? ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്നത് പോലെ ഇനി നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് ഞാൻ മറ്റൊരുത്തനെ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്നപ്പോ എനിക്ക് പത്രോസിനോട് കൂടെ മാത്രം ഇരിക്കാൻ പറ്റത്തില്ല, എനിക്ക് പൗലോസിനോട് കൂടെ മാത്രം ഇരിക്കാൻ ഒക്കത്തില്ല, എനിക്ക് നിങ്ങൾ 12 പേരോടും കൂടെ ഇരിക്കുവാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ ഞാൻ അയക്കുന്ന മറ്റൊരു കാര്യസ്ഥനുണ്ടല്ലോ,
അവന് പത്രോസിന്റെ കൂടെ ഇരിക്കുവാൻ കഴിയും, പൗലോസിനോട് കൂടെ ഇരിക്കാൻ കഴിയും, ഫിലിപ്പോസിനോട് കൂടെ ഇരിക്കുവാൻ കഴിയും. ഇന്ന് വിശ്വസിക്കുന്ന ഏവനോടും കൂടെ ഇരിക്കുവാൻ കഴിയുന്ന മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്കായി അയക്കും. അവന്റെ പേരത്രേ സത്യാത്മാവ്. യേശുവേ ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ ആരാധിക്കുന്നു. നീ നല്ലവൻ, സർവ്വവല്ലഭൻ, അങ്ങെപ്പോലൊരു ദൈവമില്ല. യേശു നല്ലവൻ, സർവ്വവല്ലഭൻ, അങ്ങെപ്പോലൊരു ദൈവമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശത്രുക്കൾ കാണുകയും വിരുന്നൊരുക്കിയിടും മോനെ. ശത്രു നിന്നോട് പറയും, നീ വാളവര തിന്നാ മതി, നീ വാളവരെ അന്വേഷിച്ച മതി. പക്ഷേ നീ ഈ ആത്മാവിനെ പ്രാപിച്ചാൽ അവൻ പറയും, നിന്നെ വാളവര തീറ്റാനല്ലടാ ഞാൻ വന്നത്. അവന്റെ മുമ്പിൽ നിനക്ക് മേശ ഒരുക്കിയിട്ട് അവൻ കണ്ട് ലജ്ജിച്ച് പുറത്തക്കവണ്ണം നിന്നെ ഞാൻ നന്നായി നിർത്താനും നടത്താനുമാ വന്നത്. അവനുമായിട്ടത്രേ നിനക്ക് ബന്ധം വരേണ്ടത്. ഹല്ലേലൂയ. നീ വിചാരങ്ങളും വികാരങ്ങളാലും നീ ജീവിച്ച് തളരുമ്പോ സ്വർഗം പറയുന്നത് എന്തിനാ? നീ എന്തിന് വികാരങ്ങളിലും വിചാരങ്ങളിലും ഹല്ലേലൂയ നിന്റെ ഹല്ലേലൂയ ഇഷ്ടത്തിലും ജീവിക്കുന്നു? നീ എൻ്റെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ നിനക്ക് വേണ്ടി ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തുവാൻ എനിക്ക് കഴിയും. നീ കാണാത്തതിനെ നിന്റെ കണ്ണ് തുറന്ന് കാണിക്കുവാൻ എനിക്ക് കഴിയും. ഹല്ലേലൂയ. ഇന്നലകൾ നീ ഹല്ലേലൂയ ആഗ്രഹിച്ചതിനെ നിന്റെ പിൻപിൽ കൊണ്ടുവന്ന് നിർത്തി നിനക്ക് വേണ്ടി ഹല്ലേലൂയ തുറന്നു തരുവാൻ എനിക്ക് കഴിയുന്ന ദൈവമാണ്. ഞാൻ പിതാവിനോട് ചോദിക്കും, സത്യത്തിന്റെ സത്യാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ ഉയർത്തി ചിന്തിപ്പിച്ചൊരു മാക്ക. മറ്റൊരു കാര്യസ്ഥൻ എനിക്ക് നിങ്ങളോട് കൂടെ ഇരിക്കുവാൻ, ഈ ഒരു ബോഡിയിലേ ഇരിക്കുവാൻ കഴിയൂ. മറ്റൊരു കാര്യസ്ഥൻ അങ്ങനെയല്ല. വ്യക്തിപരമായി അവൻ ഇരിക്കുവാൻ കഴിയും. വ്യക്തിപരമായി അവൻ നിന്നോട് കൂടെ ഉണ്ടാകും. നിന്റെ സകല നടപ്പുകളെയും നിപ്പിനെയും ചിന്തയും വിചാരങ്ങളെയും അറിയുന്നവനവൻ. നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും അവൻ അറിയുന്നത് കൊണ്ട് എൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. മനസ്സിനെ തിരിച്ചോണം, മനസ്സിനെ മാറ്റിക്കോണം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നത്, നിന്റെ മനസ്സിനെ മാറ്റിക്കോ. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന നാമധേയത്തിലല്ല. നിനക്ക് ക്രിസ്തുവിൻ്റെ ആത്മാവില്ലെങ്കിൽ ക്രിസ്തു നീയുമായിട്ട് എന്ത് ബന്ധം? ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ബൈബിൾ അത് പറയുന്നു. പിന്നെ നീ ക്രിസ്ത്യാനി എന്ന് വിളിച്ചിട്ട് പറഞ്ഞിട്ട് എന്ത് കാര്യം? ആർക്ക് നിന്നെ ഹല്ലേലൂയ കർത്താവ് നിന്നെ പുറംതിരിഞ്ഞു പോലും നോക്കത്തില്ല. ആമേൻ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. നിങ്ങൾ വിശ്വസിച്ചിട്ട് അപ്പോസ്തലനായ പൗലോസ് വായിക്കും. കണ്ടോ? ഇവിടെ
അപ്പോലോസ് കൊരിന്ത്യയിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങൾ കൂടി സഞ്ചരിച്ച് എഫേസോസിലെത്തി. അതിന്റെ തുടക്കം അതാ പറയുന്നത്. ചില ശിഷ്യന്മാരെ കണ്ടിട്ട് ചോദിക്കുക, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് അവരോട് ചോദിച്ചു. പരിശുദ്ധാത്മാവോ? അതുണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നവർ പറഞ്ഞു. അടുത്ത ചോദ്യം, നിങ്ങൾ ഏതിനാലായിരുന്നു സ്നാനം? നിങ്ങൾ ഏതിനാലായിരുന്നു സ്നാനം? ആ സ്നാനത്തെ കുറിച്ച് പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, യോഹന്നാന്റെ സ്നാനം എന്നവർ പറഞ്ഞു. അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ചത്. തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണം എന്ന് ജനത്തോട് പറഞ്ഞു. അവർക്ക് യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചു, സ്നാനമേറ്റു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവെന്ന ദാനം അവരുടെ മേൽ വെളിപ്പെട്ടു. അപ്പം ഞാൻ പണ്ട് സ്നാനപ്പെട്ടത് പണ്ടത്തെ ചടങ്ങി ചെയ്തെന്ന് പറയുന്ന നിന്നോട് പരിശുദ്ധാത്മാവ് ചോദിക്കുക, ഇങ്ങനൊരു സ്നാനമല്ലല്ലോ ഞാൻ നിന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്റെ പിന്നാലെ വരുന്നവൻ യേശുവ, അവന്റെ നാമത്തിൽ നീ സ്നാനമേറ്റ് അവനോടുകൂടെ ചേരണം. ചേർന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിനക്ക് ലഭിക്കും. ലഭിച്ചാൽ ക്രിസ്തുവിന്റെ ആത്മാവ് നിന്റെ മേൽ വരും. വന്നാൽ നീ ക്രിസ്തുവിനുള്ളവനാ, ഇല്ലെങ്കിൽ നീ ക്രിസ്തുവിനുള്ളവൻ അല്ല. ഇത് തിരുവെഴുത്തുറപ്പിക്കുന്ന ഭാഗമാണ്. നീ എന്ത് അന്യഭാഷ പറഞ്ഞാലും, നീ ഏതാത്മാവിൽ ആരാധിച്ചാലും, ദൈവാത്മാവും ദുരാത്മാവും ഒരുപോലെ മിക്സ് ചെയ്ത ആരാധന. പക്ഷേ ദൈവാത്മാവുള്ളവനറിയാം ദുരാത്മാവുള്ളവനെ കാണുമ്പം. അത് തമ്മിൽ അടുത്ത് വരുമ്പോൾ ഉണ്ടല്ലോ, ഒരു വ്യക്തി അടുത്ത് വരുമ്പം ഒരുത്തിന് തലവേദനയോ എന്തെങ്കിലും വലിയ ശാരീരികമായ അസ്വസ്ഥത കൊണ്ട് കൊടുത്തോണം, ആ വരുന്ന വ്യക്തിയുടെ മേൽ ദുരാത്മാവുണ്ടെന്ന്. ഇനി നിനക്കും ആ തലവേദന ഉണ്ടെങ്കിൽ നീ ഓർത്തോണം, എന്തോ ഒരു മിസ്റ്റേക്ക് ഇതിനകത്തുണ്ടല്ലോ. പിന്നെ ഇതിനെ കണ്ടുപിടിക്കുന്ന ആർക്ക് കണ്ടുപിടിക്കാം? രണ്ടുപേർക്കും തലവേദന അപ്പുറത്തും ഉണ്ട് ഇപ്പുറത്തും ഉണ്ടെന്നിരിക്കട്ടെ. അപ്പുറത്തും ഉണ്ട് ഇപ്പുറത്തും ഉണ്ട് തിരി. അപ്പുറത്ത് കാര്യം പറയും എൻ്റെ മേലാ ദൈവത്തിൻ്റെ ആത്മാവ്, ഇപ്പുറത്ത് കാര്യം പറയും എൻ്റെ മേലാ ദൈവാത്മാവ്. നിന്റെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ നിനക്ക് ക്ഷമിച്ചിട്ട് മറക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നീ നാളത്തെക്കുറിച്ച് വിചാരപ്പെടുന്നുണ്ടോ? ഈ ചെറിയ കാര്യങ്ങളെ നീ നിന്നോട് ചോദിച്ച് നീ തിരിഞ്ഞു നോക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും ദുരാത്മാവ് എന്നിലാണെന്ന് സ്വയം തിരിച്ചറിയാൻ കഴിയും. നിനക്ക് മറ്റുള്ളവരോട് അസൂയുണ്ടോ? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അപ്പോസ്തലന്മാർ തമ്മിൽ ഒരുത്തിന് വേണ്ടി ഒരുത്തൻ പ്രാർത്ഥിച്ചും കരം കൊടുത്തുവാ നിന്നെ. പക്ഷെ നിനക്ക് മറ്റുള്ളവരോട് സുവിശേഷം അല്ലെങ്കിൽ ഒരുത്തൻ ശുശ്രൂഷ ചെയ്യുമ്പം നിനക്ക് അവനോട് അസൂയ ഉണ്ടെങ്കിൽ ഇതൊന്നും ആരും പറഞ്ഞു തരണ്ട. നീ നിന്റെ ഹൃദയത്തിൽ നിന്നെ അളന്നോണം. നീ അളക്കുന്ന അളവിൽ നിനക്ക് കിട്ടും. നീ മറ്റവനെ അളക്കാൻ നിൽക്കണ്ട, നീ നിന്നെ ഒന്ന് അളന്നാ മതി, നിന്റെ കാര്യം ഓക്കെ ആവും. ഇതിനൊരു ക്രമീകരണം വരുത്താവോ, നിന്റെ മേളിലെ ഈ തലവേദന വരുത്തുന്ന വ്യാപാരം അങ്ങ് പോകും. മറ്റുള്ളവർക്ക് സമാധാനമോ ഒരു മീറ്റിങ്ങിന് വരുമ്പോൾ. അറാബി ലിബഹറൂസി ഞാൻ പലപ്പോഴും അനുഭവിക്കാറുണ്ട്. കാരണം രാവിലെ വെളുപ്പാങ്കാലത്ത് ചിലപ്പോൾ 4 മണിക്ക് 3 മണിക്ക് 12 മണിക്ക് തുടങ്ങും, ചിലപ്പോൾ 1 മണിക്ക് തുടങ്ങും തലവേദന. ഈ മീറ്റിംഗ് ഈ വചനം പ്രസംഗിക്കുന്നത് വരെ ഇതിങ്ങനെ നിൽക്കും. ആ വ്യക്തി ഇത് കേട്ട് കർത്താവ് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞ് അതിനെ ഒന്ന് ഒതുക്കിയെങ്കിലേ അത് ഒതുങ്ങിപ്പോത്തുള്ളൂ. അതുവരെ ഇതിങ്ങനെ കടിച്ചും തൂങ്ങി. അപ്പോൾ ഇതൊരു സുഖമുള്ള പണിയല്ല. കാര്യം മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യാൻ നീ ഇതിനെയും ചുമന്നുകൊണ്ട് നടക്കരുത്. വേണമെങ്കിൽ വീട്ടിൽ ഇരുന്നു നീ കച്ചടവ കഞ്ഞണനവ എന്തോ വേണേലും പറഞ്ഞു. ദൈവത്തിന് പ്രസാദകരമല്ലാത്ത ജീവിതത്തെ നയിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ആത്മാവിനെ വഹിക്കാതെ ക്രിസ്തുവിൻ്റെ നാമം പറഞ്ഞ് ദുരാത്മാവിനെ വഹിക്കുന്നെങ്കിൽ സ്വർഗത്തിന് അതിന് പ്രസാദകരമല്ല. ഹല്ലേലൂയ. അതിനായി നിന്റെ ഹൃദയത്തെ നീ ക്രമീകരിക്കണം, നിന്റെ മനസ്സിനെ ക്രമീകരിക്കണം. മനസ്സിന് മറക്കുവാൻ കഴിയാത്തതിനെ ഹല്ലേലൂയ നിനക്ക് മറക്കുവാൻ കഴിയുന്നില്ലെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ മനസ്സ് നിനക്കില്ല. കർത്താവിന് മറക്കുവാൻ കഴിയും, കർത്താവിന് ക്ഷമിക്കുവാൻ കഴിയും, കർത്താവിന് പൊറുക്കുവാൻ കഴിയും. കർത്താവിന് നാളെക്കുറിച്ചൊരു വിചാരമില്ല. ഹല്ലേലൂയ. രാവിലെ പോകുമ്പോ ഹല്ലേലൂയ അവന് നന്നായി വിശന്നു, എന്തെങ്കിലും ഭക്ഷിക്കാൻ കിട്ടുമോ എന്ന് നോക്കി. ഒരത്തിയെ നോക്കിയപ്പോ തളർത്ത് കിടക്കുന്നു. എന്നാൽ അതിന്റെ അടുത്തേക്ക് പോയി നോക്കിയപ്പോ ഒന്നും കണ്ടില്ല. അപ്പൊ വിശക്കാത്തവനായിരുന്നില്ല കർത്താവ്.
തലേന്ന് രാത്രി തീരുമാനിച്ചില്ല ഇന്ന് രാവിലെ എന്ത് കഴിക്കുമെന്ന്. പ്രഭാത ഭക്ഷണത്തിന് വേണ്ടി ചാർട്ട് തയ്യാറാക്കിയിരുന്നില്ല. പോയ വഴിയിൽ കിട്ടിയതിനെ കഴിക്കാൻ നോക്കിയപ്പോ ലഭിക്കാതെ വന്നപ്പോ, എന്ന് പറഞ്ഞാൽ നാളെ കർത്താവ് വരുമെന്ന് അറിഞ്ഞ് ഫലം കായ്ക്കേണ്ട അത്തിക്ക് ഫലം കായ്ക്കുവാൻ കഴിഞ്ഞില്ല. അടുത്ത നിമിഷം കർത്താവ് വരുമെന്ന് പ്രതീക്ഷയോടെ നിൽക്കേണ്ടുന്ന അത്തിക്ക് ഫലം കായ്ക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ന്യായവിധിയിൽ അവന്റെ വായിൽ നിന്ന് ന്യായവിധിയുടെ വാക്ക് വെളിപ്പെടും. അത് ഉണങ്ങിപ്പോയെങ്കിൽ നിന്റെ ജീവിതം എത്ര മോശമായി പോകും. നിമിഷ നേരം കൊണ്ട് അത് ഉണങ്ങിപ്പോയി. നമുക്ക് എന്തൊരു ഭയാനകമായ വാക്കാ, ഭയാനകമായ ചിന്തയാ. കർത്താവ് പറയുന്നത് അതല്ല. നാളെ കൊണ്ട് നീ വിചാരപ്പെടേണ്ട, നിനക്ക് വേണ്ടി ഒരുക്കുവാൻ സകല ചരാചരങ്ങളും അതിന് തയ്യാറാവും. നാളെ നിന്നെ കൊണ്ട് വിചാരപ്പെടണമെന്ന് സ്വർഗം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട. നിനക്ക് വേണ്ടി തുറക്കാത്തതൊക്കെ പിന്നത്തേതിൽ ഇല്ലാതെയായിപ്പോവും. ഹറാബി ലബ്ബ ഹറൂസി മൗഷേ. അതുകൊണ്ട് രണ്ടുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ. അത് ദൈവത്തിന്റെ ഹൃദയമാ, അപ്പന്റെ മനസ്സാ. യോഹന്നാൻ വിളിച്ചു പറഞ്ഞ് രണ്ടുണ്ടെങ്കിൽ അത് ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ. ആ മനസ്സിനെ കാണാതെ എന്ത് വിശ്വാസം, എന്ത് ജീവിതം, എന്ത് മാനസാന്തരം? അപ്പൊ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത ഒരു കൂട്ടവും അവിടെയുണ്ട്. അവര് സ്നാനപ്പെട്ടവരാണോ? ആന്നു. പക്ഷെ യേശുവിനെ അറിയാത്ത ഒരു സ്നാനമല്ല. യേശുവിന്റെ ആത്മാവിനെ സ്വീകരിക്കാത്ത ഒരു ക്രിസ്ത്യാനിയല്ല. നീ ഏതാത്മാവിനെ പ്രാപിച്ചാലും അത് ദൈവത്തിന്റെ ആത്മാവാ. ഞാൻ പോയാൽ സത്യത്തിന്റെ ആത്മാവെന്ന് മറ്റൊരു കാര്യസ്ഥനെ എനിക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കുവാൻ പറ്റത്തില്ല. കാരണം കൂടെ ഇരുന്നാൽ ഞാൻ ഒറ്റയ്ക്കേ ഇരിക്കൂ. ഇനി നിങ്ങൾ കൂടിയിരിക്കും, ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്നാൽ നിങ്ങളുടെ മധ്യേ ഞാനുണ്ട്. സ്തോത്രം. നിങ്ങളുടെ മധ്യേ ഞാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ ആരെങ്കിലും 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യയുണ്ട്. ഓ സ്തോത്രം. ഇനി ആ മധ്യേ ഒരു 10 പേര് കൂടി, 10 പേരൂടെ കൂടിയപ്പോൾ കർത്താവ് ഇറങ്ങി വന്നു, നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സാധിച്ചു തന്നു. അപ്പോ പോവാൻ നേരം പറയാ കർത്താവേ, ഇല്ലെങ്കിൽ കർത്താവ് പിന്നെയും വന്നപ്പോ കർത്താവേ, ഞങ്ങളുടെ കർത്താവ് വന്നു, ഞങ്ങൾ പോവാ. കർത്താവ് പറയും, നീ എവിടെ പോവാ? അത് അന്ന് നമ്മൾ കൂടിയില്ലായിരുന്നോ? ഞാൻ നിന്നെ അറിയുന്നില്ലല്ലോ കുഞ്ഞെ. ഏതാ അത്? പിന്നെ ഞാൻ നിന്റെ നാമത്തിൽ അത്ഭുതങ്ങളെ ചെയ്തു, അടയാളത്തെ ചെയ്തു, വീര്യപ്രവൃത്തിയെ ചെയ്തു, ഭൂതത്തെ പുറത്താക്കി. അധർമ്മം പ്രവർത്തിക്കുന്നവനെ, എന്നെ വിട്ടു മാറടാ. നീ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ നീ നാൾതോറും നിന്നെ ത്യജിക്കണം. ഒന്ന്, പിന്നെ നീ തന്റെ ക്രൂശ് എടുത്ത്, നിനക്കൊരു ക്രൂശ് ഞാൻ വെച്ചിട്ടുണ്ട്, അതിച്ചിരി കഷ്ടതയും ഭാരമൊക്കെ, അതൊക്കെ എടുത്ത് തന്നെ ഒന്ന് അനുഗമിക്കണം. ആമേൻ. അപ്പോൾ കർത്താവേന്ന് വിളിച്ച് അത്ഭുതവും മെഗാ ചർച്ച നടത്തി അടിപൊളി നടത്തി പോകുന്നവനെല്ലാം അങ്ങ് കൂടെ പോവുമെങ്കിൽ പ്രമാണിയോട് കർത്താവ് മാപ്പ് പറയേണ്ടി വരും. അവൻ ഒവ്വെന്ന് പറഞ്ഞാൽ ഒവ്വെന്ന. ഇത് വെറും ബോംബ് പൊട്ടിക്കുന്ന പണിയൊന്നുമല്ല, ഇത് മനസ്സിനെ മാറ്റുന്ന പണിയാ. ആദ്യം നിന്റെ മനസ്സ് ദിനം പ്രതി തിരിക്കണം. നാൾതോറും നീ മാറണം. ഇരുട്ടിന് കൂട് വെക്കാനുള്ള ഒരു കൂടായിട്ടല്ല. പന്നിയുടെ ഹാലലിയ പുറത്തേക്ക് അശുദ്ധാത്മാവ് ഇറങ്ങുമ്പോൾ അശുദ്ധാത്മാവിന് ഒന്ന് മനസ്സിലായി, ദൈവം പണിഞ്ഞ കൈകൊണ്ട് പണിഞ്ഞിരിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ വാസം ചെയ്യേണ്ടവനല്ല ഞാനെന്ന് അവന് തിരിച്ചറിഞ്ഞതുകൊണ്ട് അവൻ അടുത്ത മനുഷ്യന്റെ അടുത്തോട്ട് പോവട്ടെ എന്ന് ചോദിച്ചില്ല. അവൻ പറഞ്ഞു, ഞാൻ ആ പന്നിയുടെ കൂട്ടിലോട്ട് പോവാം, അതിന്റെ ശരീരത്തിലോട്ട് പോവാം എന്ന് പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞു, പൊക്കോ. കാര്യമെന്താ? അത് അശുദ്ധിയുടെ
അശുദ്ധിയുടെ നിറകുടമാ. അശുദ്ധാത്മാവ് അശുദ്ധിയുടെ നിറകുടത്തിലിരിക്കട്ടെ. നീ ചിലതിനെയും പിടിച്ചു വെച്ച് ചില ഹാലിലെയും വ്യക്തിഗത ചിന്തകളുമായി ദൈവരാജ്യത്തിന് വിരോധമായി, ദൈവ മക്കൾക്ക് വിരോധമായി, ദൈവ പദ്ധതിക്ക് വിരോധമായി നിന്റെ മനസ്സിൽ കെടുമ്പോ വേണ്ടാത്തത് നിറച്ച നീ ആരാധന നടത്തുന്നെങ്കിൽ ഇന്ന് പകൽ സ്വർഗ്ഗം പറയാ, മാനസാന്തരപ്പെട്ടോണം. അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങ് ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയ ജീവിക്കും ഞാൻ, ആരാധിച്ചിടും കുമ്പിട്ടിടും ഞാൻ, ആരാധിച്ചിടും കുമ്പിട്ടിടും ഞാൻ, ഏകരക്ഷകൻ യേശുവിനെ, ലോകരക്ഷകൻ യേശുവിനെ. ആർക്കെങ്കിലും രക്ഷ എന്നൊരു വാക്ക് അതിലൂടെ കടക്കണമെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സ് ദൈവമുഖത്തേക്ക് മാറ്റി അതിനായി ഏൽപ്പിക്കപ്പെടുന്ന അനുഭവം വേണം. അങ്ങനെ സ്നാനത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. ഇവിടെ അപ്പൊല്ലോസിന്റെ ശുശ്രൂഷ ചെയ്തപ്പോൾ അവിടെ യോഹന്നാന്റെ സ്നാനത്തെ നടത്തി ആത്മാവില്ലാത്ത സുവിശേഷത്തെ പ്രസംഗിച്ചു. അത് പൂർണ്ണതയില്ലാത്തത് കൊണ്ട് സ്വർഗ്ഗം എന്ത് ചെയ്തു? അവിടെ പൗലോസിനെ ആത്മാവ് കൊണ്ടുപോയി അവരോട് സംസാരിപ്പിച്ചു. അവനെ കൊണ്ട് തിരുത്തി അവരെ ദൈവകരങ്ങളിലേക്ക് റൈറ്റ് വേയിൽ വന്നു. ആരെങ്കിലും ചില കൂട്ടായ്മകൾ കിടന്നതും തട്ടിമുട്ടിയും കളിക്കുന്നെങ്കിൽ അത് റൈറ്റല്ല എന്ന് പറയുവാൻ പരിശുദ്ധാത്മാവ് ഒരു മുഖാന്തരത്തെ ഒരുക്കിയിട്ടുണ്ട്. സ്തോത്രം. റാബി ശമനഹസിയ ഹല്ലേലൂയ. ആമേൻ. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 16-ാം വാക്യം. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. നാം ദൈവത്തിന്റെ മക്കളെന്ന് നിന്നെ നടത്തുന്ന പാസ്റ്ററല്ല പറയുന്നേ, നിന്നെ നടത്തുന്ന നേതാവല്ല പറയുന്നേ. ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് പറയുക. നാം ദൈവത്തിന്റെ മക്കളാണെന്ന് അടുത്തിരിക്കുന്നവനല്ല നിന്നോട് പറയേണ്ടത്, നിന്റെ അകത്ത് തന്നിരിക്കുന്ന ആത്മാവാണ് നിന്നോട് പറയുന്നത് നീ ദൈവത്തിന്റെ പൈതലാന്ന്. ഭോഷ്ക്ക് നീ പറയല്ലേ അതരം കൊണ്ട്. ആ ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ ഉണ്ടെങ്കിൽ ആത്മാവിന്റെ ഫലമാണോ നിന്നിലെന്ന് നീ തിരിച്ച് നിന്നെ തന്നെ നീ ശോധന ചെയ്തിട്ട് ആ ഫലം പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ നീ നിന്നോട് പറയണം, ദുരാത്മാവെ എന്നെ വിട്ടുപോകുന്നു പറഞ്ഞ് നിന്റെ മനസ്സിനെ നീ വചനത്തിന് തിരിച്ച് വചനത്തെ അനുസരിക്കുവാൻ തക്കവണ്ണം നീ നിന്നെ ഒരുക്കുന്ന അനുഭവം ഇന്ന് മുതൽ ഉണ്ടാകണം. നിനക്കതിന് കഴിയുന്നില്ലെങ്കിൽ നീ ദുരാത്മാവുമായി പിന്നെയും ചേർന്ന് ദൈവ മക്കളെ ഞെരുക്കേണ്ടതിന് ശത്രു വിതച്ചിരിക്കുന്ന കളയാണ് നീ എന്ന് നീ തിരിച്ചറിയണം. ദൈവരാജ്യത്തിനകത്ത് ദൈവ മക്കളെ ഞെരുക്കേണ്ടതിന് ശത്രു നിന്റെ ഉള്ളിൽ വിതച്ചിരിക്കുന്ന കളയാണ് ആ ദുരാത്മാവ്. അതുകൊണ്ടാ നിനക്ക് കോപം, അതുകൊണ്ടാ നിനക്ക് ഈർഷ്യ, അതുകൊണ്ടാ നിനക്ക് പക, അതുകൊണ്ടാ നിനക്ക് ദ്വന്ദ്വപക്ഷം. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ നിന്റെ ഉള്ളിൽ ഉള്ളത് എന്തെന്ന് നിനക്കേ അറിയൂ. അടുത്തിരിക്കുന്നവൻ അറിയാമെങ്കിലും ഞങ്ങൾക്ക് നിന്നെ തിരുത്താൻ കഴിയത്തില്ല, പറയാനേ കഴിയൂ. നിന്റെ മനസ്സ് മാറണം.
നീ ദൈവത്തിന്റെ ന്യായവിധി നാളിൽ ഹല്ലേലൂയ ഇടത്തും വലത്തും വേർതിരിക്കപ്പെടുമ്പോ ഹല്ലേലൂയ നിനക്ക് ആദ്യം മനസ്സിലാവത്തില്ല. വേർതിരിക്കപ്പെട്ടു കഴിഞ്ഞ് ഹല്ലേലൂയ വന്നപ്പം കുടിക്കാൻ തന്നുവോ എന്ന് ചോദിച്ചപ്പോൾ നിന്റെ പ്രവൃത്തിയെ ചോദിക്കുന്ന ദൈവം, നിന്റെ പ്രവൃത്തിയെ ചോദിക്കുന്ന ദൈവം. നീ ആത്മാവിലങ്ങ് നിറഞ്ഞ് കവിഞ്ഞ് ഭയങ്കര പ്രവചനവും ദൂതും ഒക്കെ ആയിരിക്കും. പക്ഷേ ഹല്ലേലൂയ വെളിച്ചപ്പാടത്തിയുടെ ആത്മാവ് കൊണ്ട് പൗലോസിനോട് പ്രവചിപ്പിക്കുവാൻ കഴിയുമെങ്കിൽ ദുരാത്മാവിന് എത്രയധികം. വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു രക്ഷകനെ നന്ദിയോടെ, എൻ രക്ഷകനെ നന്ദിയോടെ, പാതകർക്കായി നീതി വഴി പറഞ്ഞു തന്നോനെ, പാതകർക്കായി നീതി വഴി പറഞ്ഞു തന്നോനെ, പാരിടത്തിൽ നിന്നെയോർത്തു വാഴ്ത്തിടുന്നു, ഭൂമിയിൽ ഞങ്ങൾ നിന്നെയോർത്തു വാഴ്ത്തിടുന്നു. ഞാൻ കുരിശെടുത്തു മലമുകളിൽ, കുരിശെടുത്തു മലമുകളിൽ നടന്നു പോയോനേ, തൃപ്പാദം രണ്ടും ചുംബിച്ചിപ്പോ വാഴ്ത്തിടുന്നു ഞാൻ, തൃപ്പാദം രണ്ടും. ഒന്ന് യോഹന്നാൻ 3:14. റാധേനിയ റമനസ്. ആ ആ ആ ഒന്ന് യോഹന്നാൻ 3:14 വായിച്ചേ. അടുത്ത വാക്ക്. മൂന്നിന്റെ 14. വായിച്ചേ. സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നുവെന്ന്. ഒന്നുകൂടൊന്ന് വായിച്ച ചെവി എല്ലാവരും ഈ വചനത്തിലോട്ടൊന്ന് കൂർപ്പിച്ച്. സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നുവെന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ. അപ്പോ നമുക്ക് ലോകത്തിലൊരു പ്രശ്നം കൂടുതലാണെങ്കിൽ നീ ലോകത്തിൻ്റെ മരണം വിട്ട് ദൈവത്തിൻ്റെ ജീവനിൽ പ്രവേശിച്ചിരിക്കുന്നുവെന്ന് കൺഫർമേഷൻ പറയുന്നത്. ഇനി ഇതെല്ലാവരും അങ്ങനെ അങ്ങ് ഉൾക്കൊള്ളുകയും ചെയ്യരുത്. അതിൻ്റെ പുറകിലൊരു കുടുക്കിട്ടിട്ടുണ്ട്: സഹോദരനെ സ്നേഹിക്കുക. ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർക്കും എൻ്റെ അപ്പൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്ന സഹോദരന്മാരെ സ്നേഹിക്കുന്ന കാര്യമാണെന്ന്. നോ. കർത്താവിൻ്റെ ആത്മാവ് ഉള്ള ദൈവം നിനക്ക് സഹോദരനും സഹോദരന്മാരും ആക്കി വെച്ചിരിക്കുന്ന വ്യക്തികളെ സ്നേഹിക്കുന്ന കാര്യമായി ഈ കൊടുക്ക്. ആ സ്നേഹിക്കുന്ന സ്നേഹം നീ പ്രകടിപ്പിക്കുന്നത് അലോ പ്രൈസലോടെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് തെളിഞ്ഞ ചിരി ഉമ്മയും കൊടുക്കുമ്പോ, പിന്നെ വരിക, തിന്നുക, കുടിക്കുക എന്ന് പറഞ്ഞ് നിന്നെ തീറ്റിട്ട്
നീ പുറത്തിറങ്ങുമ്പോൾ വയറിന് പെരുക്കം, ഒരു ശരീരത്തിന് ക്ഷീണം, പുറത്തുപോയി ഛർദ്ദിക്കുവാൻ തോന്നത്തക്കവണ്ണം. ഹലോ, കണ്ണുകടിയുള്ളവനായിട്ടല്ല സ്നേഹിക്കണ്ടേ. കണ്ണുകടിയുള്ളവന്റെ അപ്പം തിന്നരുത്. സഹോദരൻ എന്ന് പേരുള്ളവൻ കണ്ണുകടിക്കുന്നവനാണെങ്കിൽ ഇത് നിനക്ക് സംഭവിക്കും. ഇത് നിന്റെ ഉദരത്തിൽ നിക്ഷേപിക്കപ്പെടത്തില്ല. അത് കൊടുത്തവനൊട്ട് പ്രയോജനമില്ലാതെയുമായി തീരും. കാരണം ഒരുവൻ, ഈ വചനം എന്തു പറഞ്ഞു? ഒന്നും കൂടെ ഒന്ന് വായിച്ചേ. സഹോദരന്മാരെ, ലോകം നിങ്ങളെ പഹിക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടല്ലേ. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നുവെന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. അപ്പൊ ഇത് അടുത്തിരിക്കുന്ന ആള് മുഖേനയല്ല അറിയുന്നേ. നീ പഹയ്ക്കപ്പെടുന്നത് ചില സഹോദരന്മാരെ സ്നേഹിക്കുന്നത് നിമിത്തമാ. ആ കഷ്ടതയും ഭാരവും നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് അതുകൊണ്ടാ. അന്നേരം നീ ഒന്നോർത്തോണം, എനിക്കെന്തായി കഷ്ടത വന്നതെന്ന് ചോദിക്കുകയല്ല. ലോകത്തിന്റെ മരണത്തെ വിട്ട് ഞാൻ ജീവനെ പ്രാപിക്കുന്നു. അപ്പൊ അതിന്റെ ഉറപ്പാണ് ഈ കൺഫർമേഷൻ. ഹല്ലേലൂയ, ആമേൻ. അതിന്റെ 4:13 കൂടെ വായിച്ച 4-ാം അധ്യായത്തിന്റെ 13 കൂടെ. നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നുവെന്ന് അവൻ തന്റെ ആത്മാവിനെ തന്നതിനാൽ. അപ്പോ ആരെങ്കിലും ദൈവത്തിന്റെ കൂടെ വസിക്കുന്നതെന്ന് ആർക്കെങ്കിലും അറിയണമെങ്കിൽ ആരും പറഞ്ഞു തരണ്ട. അവൻ തന്റെ ആത്മാവിനെ നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവൻ നിന്നിലും നീ അവനിലും വസിക്കുന്നു എന്നറിയാം. ഒന്നുകൂടെ വചനം ഒന്ന് വായിച്ചേ, കേൾക്കട്ടെ എല്ലാരും. വല്ലതും കുനിയണ്ട, കേൾക്ക്. നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് അവൻ തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയണം. അപ്പൊ അവന് വസിക്കുവാൻ വേണ്ടി തന്നിരിക്കുന്ന നീ സ്നേഹിക്കുവാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ, നിന്റെ സഹോദരനെ സ്നേഹിക്കുന്നു എന്ന് നീ പറയുകയും, രണ്ടുള്ളപ്പോൾ ഒന്നില്ലാതെ നടക്കുന്ന അവന്, ഒന്നുമില്ലാതെ നടക്കുന്ന അവന്, ഇല്ലെങ്കിൽ 5 എണ്ണം ഉള്ളെങ്കിൽ 10 എണ്ണം ഉള്ളപ്പോ ഒന്നുമില്ലാതെ നടക്കുന്ന അവന് ഒന്ന് കൊടുക്കുവാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നീ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതേ ഉള്ളൂ. സ്നേഹത്തെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായി നീ. ബുദ്ധിമുട്ടാവും കാര്യങ്ങൾ പറയുമ്പോൾ. എന്റെ സഹോദരന എന്ന് നീ പറയുന്നത് നിന്റെ അപ്പന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്ന ഒന്നിനെ നീ ചേർത്ത് പിടിച്ച് സഹോദരൻ എന്ന് പറഞ്ഞ ലോകക്കാരനും അത് ചെയ്യുന്നില്ലേ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുവനെ തെരഞ്ഞെടുത്ത് അവൻ വസിക്കുമ്പോൾ അവനാ ദൈവം നിനക്ക് സഹോദരനാക്കി വെച്ചിരിക്കുന്ന അവൻ നിന്റെ അടുത്ത് വന്നൊരു കഷ്ടതയിൽ കിടക്കുമ്പോ 10 എണ്ണം നീ വീട്ടി വെച്ചിട്ട് അവൻ ഒന്നുമില്ലാത്ത കാര്യങ്ങളെ പറയുമ്പോ കേട്ടമട്ട് കാണിക്കാതെ പ്രാർത്ഥിക്കാം ബ്രദറെ എന്ന് പറയുന്നത്. സ്തോത്രം. ഈ പരിശുദ്ധാത്മാവ് ദൈവം ഒരുത്തന്റെ മേൽ തന്നാൽ അവന്റെ പേര് ക്രിസ്ത്യാനി എന്ന് കറക്റ്റ് അങ്ങ് വിളിക്കാൻ വേണമെങ്കിൽ അവൻ ക്രിസ്തുവിനുള്ളവനാ. ക്രിസ്തു അവനുള്ളവനാ. വേറെ ആർക്കും അതിനെ ക്ലെയിം ചെയ്യാൻ ഒക്കത്തില്ല. വിളിക്കുന്ന ഏവനുമല്ല, ഈ ആത്മാവുള്ളവനാണ് അവനുള്ളവൻ. ഇവിടെ ഞങ്ങൾ ക്രിസ്ത്യാനിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാം, പക്ഷെ അതുകൊണ്ട് കാര്യമൊന്നുമില്ല. എന്തടേ നിന്റെ ക്രിസ്തു വന്നിട്ട് നീ പോയില്ലേടേ? ഞാൻ നന്നേ പറഞ്ഞല്ലേ ഇതിനൊന്നും പോണ്ടാന്ന്. എന്തൊരു തുള്ളലായിരുന്നു, എന്തൊരു ബഹളമായിരുന്നു. നാണം കെട്ടു, ലജ്ജിച്ചു പോവും.
ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവൻ മാത്രം എടുക്കപ്പെടും. ദുരാത്മാവുള്ളവനും എടുക്കപ്പെടത്തില്ല. ദുരാത്മാവ് നിന്നിലുണ്ടെന്ന് നിന്റെ അടുത്തിരിക്കുന്ന പ്രവാചകൻ വന്ന് നിന്റെ തലയെ കൈവച്ചിട്ടല്ല ദൂത് പറയുന്നത്, നിനക്കത് ഇഷ്ടപ്പെടുത്തില്ല. ഇപ്പോൾ ഇതിനകത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ തലയിൽ ചെന്ന് കൈവച്ചിട്ട്, കർത്താവ് എനിക്ക് എൻ്റെ ഉള്ളിൽ തന്നേക്കുന്ന ആത്മാവിനാൽ എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റും, പക്ഷെ ഞാൻ ചെന്ന് സെൻസ് ചെയ്ത് പറഞ്ഞാൽ ആ വ്യക്തി പിന്നെ ഈ മീറ്റിങ്ങിനും വരത്തില്ല. എന്നെ കാണുന്നതും കൂടെ കൈപ്പായിരിക്കും. കാര്യം എന്നെ കണ്ടുപിടിച്ചല്ലോ. എന്നാലും എനിക്കൊന്ന് ക്രമപ്പെടണമെന്നുള്ള ചിന്തയല്ല, എന്നെ കണ്ടുപിടിച്ചല്ലോ. അതിൻ്റെ അർത്ഥം മനസ്സ് മാറ്റാൻ ഞാൻ തയ്യാറല്ല. എനിക്കിതേ പറ്റൂ. ഞാനിങ്ങനെ. ഇപ്പം ദൈവരാജ്യത്തിനകത്ത് കളവീണേക്കുന്നത് ഈ ഞെരുക്കാൻ കയറിയേക്കുന്ന സാധനമാണ്. ഓർത്തോണം, ഇതിനെയൊക്കെ കർത്താവ് കീറിക്കളയുന്ന ദിവസമുണ്ട്. അതിനു മുമ്പേ മനസ്സ് മാറ്റാങ്കി മാറ്റിക്കോ. ആമേൻ. അറാബിലി മഹറൂസക്കേനിയ അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 29 മുതൽ വായിക്കാം, 32 വരെ വായിക്കാം. മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതല്ലയോ? നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലങ്കയ്യാൽ ഉയർത്തിയിരിക്കുന്നു. ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നുവെന്ന്. അപ്പോൾ ഇതിന് ആരെങ്കിലും സാക്ഷ്യമുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ അപ്പോസ്തലന്മാരും ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന പരിശുദ്ധാത്മാവുമായതിന് സാക്ഷികൾ. അപ്പോസ്തലന്മാരുടെ ഉപദേശം കൈക്കൊള്ളുകയും അപ്പോസ്തലന്മാരുടെ മേൽ പകരപ്പെട്ട ആത്മാവിൻ്റെ ശക്തി അനുഭവിക്കുകയും ചെയ്യുന്നവർ, അപ്പോസ്തലന്മാരുടെ മേൽ പകരപ്പെട്ട ആത്മാവിൻ്റെ ശക്തിയുടെ അനുഭവത്തെ അനുഭവിച്ചവർക്ക് തിരിച്ചറിയത്തുള്ളൂ. യേശുവിൻ്റെ മേൽ പകരപ്പെട്ട ആത്മാവ്, ആ ആത്മാവ് എന്തൊക്കെ ചെയ്തുവോ അതിലധികം ചെയ്യത്തക്കവണ്ണം അപ്പോസ്തലന്മാരുടെ മേൽ ആ ആത്മാവ് പകരപ്പെട്ടു. ഇന്നും ആത്മാവ് പകരപ്പെടുവാൻ തയ്യാറാ. അതിനായി ഏൽപ്പിക്കപ്പെടുവാൻ എത്ര മൺകൂടാരങ്ങളുണ്ട്. ഏൽപ്പിച്ചു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ താൻ പറയുന്നത് പോലെ തൻ്റെ ഒരടിമയായി പിന്നെ ആത്മാവ് കഴിയണമെന്നാണ് ചിലരുടെയൊക്കെ ആഗ്രഹം. ആ ആഗ്രഹമുള്ള നിന്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് നിൽക്കത്തില്ല, ദുരാത്മാവ് നിൽക്കും. പ്രവചനം എന്തോ തരും, പോക്കറ്റ് നോക്കും, അതൊക്കെ നോക്കി എന്ത് കിട്ടും, എന്ത് പറയണം എന്നൊക്കെ നിശ്ചയിക്കുന്ന ആത്മാവല്ല പരിശുദ്ധാത്മാവ്. നിന്നെ വിളിച്ചിരിക്കുന്നവന്റെ സ്ഥാനം നോക്കി ദൂത് പറയുന്നവനുമല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് മുഖം നോക്കാതെ ആലോചന പറയുന്നവനാ. പരിശുദ്ധാത്മാവ് വ്യക്തികളെ അല്ല, സമ്പത്തിനെ നോക്കിയല്ല, അല്ലയോ ഒരു സ്ഥാനത്തെ നോക്കാതെ ദൂത് വിളിച്ചു പറയുന്നതാ പരിശുദ്ധാത്മാവ്. കെട്ടുകളഴിഞ്ഞിടട്ടെ, വൻരോഗങ്ങൾ പൂർണ്ണമായി നീടട്ടെ. കെട്ടുകളഴിഞ്ഞിടട്ടെ, വൻരോഗങ്ങൾ പൂർണ്ണമായി നീടട്ടെ. മധ്യേ വന്നനുഗ്രഹം ചെയ്തിടാമെന്നുര, മധ്യേ വന്നനുഗ്രഹം ചെയ്തിടാമെന്നുര.
ചെയ്തവൻ നീ മാത്രമാ, നിന്നെ ഞങ്ങൾ ആത്മാവിലാരാധിക്കും. ചെയ്തവൻ നീ മാത്രമാ, അങ്ങേ ഞങ്ങൾ ആത്മാവിലാരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിലാരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. അഹരോനും മിര്യാമും മോശയ്ക്ക് വിരോധമായി പിറുവിറുത്തു എന്ന് പറഞ്ഞു. പക്ഷെ മോശ കേട്ടില്ല. മോശയ്ക്ക് വിരോധമായി പിറുവിറുത്തപ്പോ മോശയെ തെരഞ്ഞെടുത്തവൻ കേട്ടു. അപ്പോ ഇതിനകത്ത് വന്നിരുന്നിട്ട് പലതുമൊക്കെ പോയി വീട്ടിൽ ഇരുന്ന് പറയുമ്പോൾ ഇവിടെ ഞങ്ങളാരും കേൾക്കണമെന്നൊന്നുമില്ല. കേൾക്കേണ്ടവൻ കേൾക്കും. മറന്നു പോകരുത്. ആരും കേൾക്കാതെയും കുറ്റപ്പെടുത്താതെയും ന്യായം വിധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മിര്യാമും അഹരോനും അവരുടെ സ്ഥാനം നോക്കെ ദൈവസന്നിധിയിൽ നിൽക്കുന്നവൻ അഹരോൻ. എന്നിട്ടും അവനെ വിളിപ്പിച്ചു. മോശയ്ക്ക് വിരോധമായി നിന്റെ വായ തുറക്കാൻ നിനക്കെങ്ങനെ തോന്നി? നിനക്കെങ്ങനെ കഴിഞ്ഞു? അതിന് ഞാൻ നീതീകരിച്ചവനെ ആർ കുറ്റം വിധിക്കും? ഞാൻ വിശുദ്ധീകരിച്ചവനെ ആർ അശുദ്ധനെന്ന് പറയും? ഇതൊക്കെ കയ്യിലിരിപ്പുണ്ടെങ്കിൽ വിട്ടേക്കണേ. കഥയങ്ങ് കളഞ്ഞേക്കണം. അവനെ തെരഞ്ഞെടുത്തവൻ വിധിച്ചോളും. അവനെ നീതീകരിച്ചവൻ കുറ്റം അതിനനുസരിച്ച് ചെയ്തോളും. നീ കുറ്റം വിധിക്കാനും ന്യായം വിധിക്കുവാനും, നീ അശുദ്ധനെന്നും പറയുവാൻ നിന്റെ നാവിനെ തുറന്ന് നീ ന്യായവിധിക്ക് നിൽക്കരുത്. നീ വിധിക്കുന്ന വിധിയാൽ നീ വിധിക്കപ്പെടും. നീ അളക്കുന്ന അളവ്, നീ എങ്ങനെ അളക്കുന്നവനെ അളവിൽ നീയും അളക്കപ്പെടും. അതുകൊണ്ട് തിരിച്ചറിയട്ടെ. അറാബി ഷമനഹസിയ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകുന്നതാണ് പരിശുദ്ധാത്മാവ്. തന്നെ അനുസരിക്കുന്നവർക്ക് നൽകുന്നതാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് പകർന്നപ്പെട്ട ഒരു വ്യക്തി അവന്റെ പുത്രനായ ക്രിസ്തുവിനുള്ളവനാണ്. ആ ക്രിസ്തുവിനുള്ളവൻ എന്നാരെങ്കിലും അഭിമാനിക്കുന്നെങ്കിൽ ആ പരിശുദ്ധാത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. വ്യക്തമായിട്ട് അങ്ങ് തിരിച്ചറിഞ്ഞോ. ഇനി അതുകൊണ്ട് ക്രിസ്ത്യാനി എന്നുള്ള പേര് നടക്കാതിരിക്കുന്നതല്ല, വേറെ ഏതെങ്കിലും ഗവർണത്തിൽ പദത്തിൽ പോയി ചേർന്നേക്കണം. ഇത് മതമായിട്ട് മതത്തിൽ കിടന്നോട്ട് പോട്ടെ. മതമല്ലോ കർത്താവ്. ക്രിസ്തു മതമല്ല. ക്രിസ്തു എന്ന് പറയുന്നത് ജീവനാണ്. ജീവനിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അതിൽ പ്രവേശിക്കും. മതത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവൻ മതത്തിൽ കിടക്കും. ഹല്ലേലൂയ, ആമേൻ. അറാബി ഷമനഹസിയ. 2 കൊരിന്ത്യർക്ക് ലേഖനം 13-ാം അധ്യായം 5-ാം വാക്യം. 2 കൊരിന്ത്യർ 13:5. ഉണ്ടോ? നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുക. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ. നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾ കൊള്ളരുതാത്തവരാണ് അല്ല എന്ന് വരികിൽ യേശുക്രിസ്തുവിൽ നിങ്ങൾ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? അതിൽ പറയുന്ന വാക്ക് നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിക്കുവാൻ പറയുന്നു. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ പരീക്ഷിക്കുവാൻ പൗലോസ് പറയുമ്പോൾ, ഈ കൊരിന്ത്യർ എല്ലാ കൃപവരങ്ങളാൽ നിറഞ്ഞ സഭയായിരുന്നു. ആ സഭയെ നോക്കി ദൈവത്തിന്റെ ശക്തി വഹിക്കുന്ന ഒരു സഭയായിരുന്നു. ആ സഭയെ നോക്കി പറഞ്ഞു, നിങ്ങൾ ശക്തി വഹിക്കുന്നവരാണെങ്കിൽ
നിങ്ങൾ വിശ്വാസത്തിൽ തന്നെ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ ഒന്ന് പരീക്ഷിക്കണം. അടുത്ത വാക്ക്, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ, നിങ്ങൾ കൊള്ളരാത്തവർ അല്ല എന്ന് വരികിൽ യേശു ക്രിസ്തുവിൽ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? അപ്പോൾ കൊള്ളാത്തവനാണോ എന്ന് അടുത്തിരിക്കുന്ന ഒരാൾ പറയണ്ട, നീ നിന്നെ ശോധന ചെയ്ത് കണ്ടുപിടിച്ചോണം. നീ വിശ്വാസത്തിലാണോ എന്ന് വേറൊരാളല്ല നിന്നെക്കുറിച്ച് പറയണ്ടേ, നീ നിന്നെ തന്നെ പരീക്ഷിച്ചോണം. അതിനായി എത്ര പേർക്ക് ഏൽപ്പിക്കപ്പെടുവാൻ കഴിയും? ഇതൊന്നും അല്ല പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ഇതിൽ കൂടി വലുത് പ്രതീക്ഷിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇന്ന് 1-2 ദൂത് ഭാവിയെക്കുറിച്ചാണ് നീ കേൾക്കാനിരുന്നെങ്കിൽ ആ ഭാവി പറയുന്ന പണി അല്ല സുവിശേഷം, അതല്ല നിത്യജീവൻ. നിന്റെ ഭാവി എന്തായിത്തീരുമെന്നുള്ളത് തിരുവെഴുത്തിന്റെ A-Z വരെ ദൈവം വെച്ചിട്ടുണ്ട്. നീ ഏത് സ്ഥാനത്തിന് വിളിക്കപ്പെട്ടു, എന്തവകാശം നിനക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു, നീ എപ്പോൾ എങ്ങനെ അവിടെ എത്തിച്ചേരും, അത് എങ്ങനെ എത്തിച്ചേരും എന്നുവരെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആ ഭാവിയെ കാണാതെ നീ വാളവരയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം നിർത്തിവെച്ച് മടങ്ങിക്കോ അപ്പൻ്റെ വീട്ടിലേക്ക്. വാളവരയ്ക്കുള്ള സകല അന്വേഷണവും കളഞ്ഞേച്ച് മടങ്ങിക്കോണോ ഇന്ന് അപ്പൻ്റെ വീട്ടിലോട്ട്. അപ്പൻ കാത്തിരിപ്പുണ്ട്. അധികാരത്തിൻ്റെ മോതിരം നിന്റെ മേൽ വരും, പുതുവസ്ത്രം നിന്നെ ധരിപ്പിക്കും, നിന്റെ കാലുകളിൽ ചെരുപ്പിടും, നിന്നെ അവൻ്റെ സ്വന്തം പുത്രനായിട്ട് ചേർക്കേണ്ടതുണ്ട്. അതിന് മടങ്ങി വരുവാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഹാരാബി ലീമ ഹറൂസ് ഹോറധന ഹത്തുനി മനാസ്.